ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഒരുപാട് എന്താ പറയുക, മനസ്സമാധാനമുള്ളൊരു ദിവസമാണ് കേട്ടോ. ആലിമിൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറി. പനി ആദ്യമേ തന്നെ അവന് മാറിയായിരുന്നു, പക്ഷെ അല്ലാണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ആൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് വരുന്നുണ്ട്. ഇന്നലെ ഉച്ച തുടങ്ങി അവൻ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ വെള്ളമാണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ സമാധാനമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളാകെ ഡൗൺ ആയിപ്പോവും. നമ്മുടെ ഒരു വീടിൻ്റെ താളം തന്നെ തെറ്റിപ്പോവും അല്ലേ. നമ്മളതുവരെ പിന്തുടർന്ന് വന്ന ആ റൊട്ടീൻ എല്ലാം കംപ്ലീറ്റ് മാറിപ്പോവും. വലിയ ആളുകളാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് അഫക്റ്റ് ചെയ്യില്ല, കാരണം അവർക്കറിയാലോ എന്തൊക്കെ പ്രോബ്ലംസാണ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത്. ഫുഡും വെള്ളമൊന്നും പ്രോപ്പറായിട്ട് കുടിച്ചില്ലെങ്കിൽ ഒരു പരിധിവരെ കുറച്ചൊക്കെ കഴിക്കാൻ ശ്രമിക്കും. പക്ഷെ കുട്ടികളുടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പെട്ടുപോകട്ടോ. അതേപോലെ ആയിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങി ഇവിടെ വീട് മൊത്തം എന്താ പറയുക, ക്ലീനിങ്ങും ഒന്നും കാര്യമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം മനസ്സമാധാനമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതേപോലെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്, ചായ കുടിച്ചായിരുന്നു. അപ്പം ഞാൻ ഇന്നിപ്പോൾ പയറാണ് കേട്ടോ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് കലക്കി ചുട്ട അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പുട്ടായിരുന്നു, അപ്പോൾ ഇന്നിപ്പോൾ കലക്കി ചുട്ട അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പാൻ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് 2 പാൻ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറ്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ കലക്കി ചുട്ടപ്പത്തിന് സാധാരണ രീതിയിൽ നേരിയതായിട്ടൊന്ന് ചൂടായ വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇടും. അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയാണെങ്കിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ സവാളയാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് കുഞ്ഞ് സവാള കട്ടാക്കി അതും കുറച്ച് ജീരകവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കട്ടെ. നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിൽ, ഏകദേശം ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമുക്ക് കോരി ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പുട്ട് പോലെ തന്നെ അത്യാവശ്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസി പുട്ടാണ്, പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ ഇതേപോലെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ വേറെ ഫുഡൊന്നും ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അല്ലാത്ത ഇതിൽ മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടപ്പത്തിരി, ഇടിയപ്പം അങ്ങനെ എല്ലാം മാറി മാറി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു 2 ഐറ്റമാണ് കൂടുതലും ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് കാരണമുണ്ട്. കുറച്ച് നാൾ മുന്നേ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇത് തന്നെയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മോന് സുഖമില്ലാണ്ടാവുമ്പോൾ, അതായത് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ചെയ്യുന്നത്. മുട്ടപ്പത്തിരി ആകുമ്പോൾ ഒരു ഇത്തിരി ടൈം എടുക്കുമല്ലോ. മുട്ടപ്പത്തിരി അതേപോലെ ഇടിയപ്പമൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഈ ഒരു ഇത് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ പയറുകറി ഇപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ അപ്പത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമുണ്ട്. നമുക്കിത് കറിയൊന്നും വേണമെന്നില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ആഹിലിന് കൊടുത്തുവിടാനുള്ള കറിയാണ് കേട്ടോ ഉച്ചക്കത്തേക്കുള്ളത്. അപ്പോൾ അത് ഈ ഒരു താളിരിക്കുന്നുണ്ടായിരുന്നു, വയലറ്റ് താളാണ്. അപ്പോൾ ആ ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് പരിപ്പ് കൂട്ടിയിട്ട് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ആ പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആഹിലിന് മുട്ടയും കൂടി വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ബീഫ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ബീഫ് ഇപ്പോഴത്തെ ഒന്നും അല്ല കേട്ടോ, 2-3 ദിവസം മുന്നേ ഉള്ള ബീഫാണ്. അപ്പോൾ അതന്ന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചാണ് അടുപ്പിച്ച് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അതാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഹെൽത്ത് വൈസും നല്ലതാണല്ലോ. അപ്പോൾ അത് ആ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആലിതാ ക്ലാസ്സിൽ പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആലിമും കൂടി അടുത്ത് വന്നിരുന്ന് അവൻ്റെ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം ഇത്രയും ദിവസം കിടന്ന കിടപ്പായിരുന്നു. അപ്പോൾ അത് അവൻ ആക്റ്റീവായിട്ട് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇക്കാക്കായിട്ട് തല്ലുപിടിക്കാനും വെള്ളം ചോദിച്ച് കുടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതപ്പോൾ ആലിമിൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുമല്ലോ. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും ചെറുതായിട്ടൊക്കെ ഇതേപോലെ വെള്ളം വീഴും. അപ്പോൾ അവിടെ വന്നിട്ട് ഇതാ അവൻ്റെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പഴയ അവൻ്റെ രീതിയിലേക്ക്, അവൻ്റെ ശീലങ്ങളിലേക്ക് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം, തളർന്നൊടിഞ്ഞ് കിടന്നിരുന്നേച്ചാണ് കേട്ടോ.
അപ്പോൾ ആൾ നല്ല ആക്റ്റീവായിട്ട് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നാളെ അംഗനവാടിയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ക്ലാസ്സിൽ വിടാനായിട്ടല്ല. നാളെ ഇപ്പോൾ ശിശുദിനമാണല്ലോ, അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഒരു റിലീഫ് കിട്ടുമല്ലോ. പനിയൊന്നുമില്ല ആൾക്കിപ്പോൾ. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒരു എന്താ പറയുക, ക്ഷീണം മാത്രമേ ഉള്ളൂ. ചായ ഇതേപോലെ അവനിങ്ങനെ ഊതിയാണ് കേട്ടോ കുടിക്കുന്നത്. പക്ഷെ അതൊക്കെ ആൾ മറന്നു പോയിട്ടോ. ഊതുന്നത് വേറെ വല്ലയിടത്തുമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഓർമ്മ വന്നു. എന്നിട്ട് ചായ അടുത്ത് ഊതിയിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കും, വെള്ളം അല്ലാണ്ട് പിന്നെ ആകെ കുടിക്കുന്ന ഒരു കാര്യം ചായയാണ് കേട്ടോ. കട്ടൻ ചായ അല്ല, പാൽ ചായയാണ്. ആലിമിൻ്റെ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് വിളിക്കുകയും ചെയ്തു. യൂറിൻ്റെ റിസൾട്ടാണ് വന്നത്. യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അത് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ ഡോക്ടറിനെ. പക്ഷേ ഫോണിൽ കിട്ടിയില്ലായിരുന്നു. ചെന്നപ്പോൾ ക്ലിനിക്ക് ഓപ്പണും അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വല്ല ഹോസ്പിറ്റലിൽ വല്ല എമർജൻസി കേസസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ അതുകൊണ്ടായിരിക്കാം ഇല്ലാഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല റിലീഫ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം മാറ്റി വെക്കേണ്ട ചെടികളാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ആലിമിന് വയ്യായി വന്നപ്പോഴേക്കും ചെടികളെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം ചെടികളൊക്കെ വാടി തുടങ്ങിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അകത്ത് കുഞ്ഞ് പോട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ വലിയ പോട്ടിൽ വെച്ചിരിക്കുന്ന ചെടികൾ തൽക്കാലം ഇപ്പോൾ മാറ്റുന്നില്ല കേട്ടോ. അതും മാറ്റേണ്ട ടൈം കഴിഞ്ഞു. അപ്പം ഞാൻ എന്താ കുഞ്ഞ് പോട്ടിൽ വെച്ചിരിക്കുന്ന ചെടികൾ മാറ്റിയിട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മൾ പുറത്ത് കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഒരാഴ്ചേൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കും. ഒരു 2 ആഴ്ച വരെയൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും വീക്കായി തുടങ്ങും കേട്ടോ. നമ്മൾ ഒരാഴ്ച മുന്നേ നന്നായിട്ട് നനച്ചിട്ടാണ് അകത്ത് വെക്കുന്നത്. അപ്പോൾ ഒരാഴ്ച വെള്ളമില്ലാണ്ട് നിൽക്കാവുന്നൊരു ഇതിൽ നിന്നോളും. അത് കഴിഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെടികളൊന്ന് എന്താ പറയുക നന്നായിട്ട് വരാനായിട്ട്. അതുമാത്രമല്ല അതുവരെ ഉണ്ടായിരുന്ന വെച്ചാൽ ആ ഒരു ഭംഗിയൊക്കെ പോട്ടെ ആ ഇലകളുടെയൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മൾ മാറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്, തിങ്കളാഴ്ച മാറ്റേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ ചെടികളൊക്കെ അങ്ങോട്ട് കൈയോടെ മാറ്റി കൊടുക്കാം കേട്ടോ. ചെടികളും ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ അതേപോലെ അതിൻ്റെ പുറകെ നടന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇതേപോലെ എന്താ പറയുക കറക്റ്റ് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ആ ചെടി നശിച്ചു പോകട്ടോ. ഞാൻ മാക്സിമം മാറ്റാറുണ്ട്. ഇതേപോലെ സാഹചര്യങ്ങൾ വന്നാൽ മാത്രമാണ് കേട്ടോ എൻ്റെ അങ്ങനെ നീണ്ടു പോകാറുള്ളൂ. കാരണം ഒരു 2 ദിവസം നമ്മൾ മാറ്റുന്നതിന് 2 ദിവസം വൈകിയാൽ തന്നെ ആ ചെടികളുടെ ഇലകൾ ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞ ഷെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയ പോലെ ഒട്ടും ഹെൽത്തി അല്ലാണ്ടായി പോകും കേട്ടോ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വെച്ചാൽ ആ ഒരു ഭംഗി ആ ചെടിക്ക് നഷ്ടപ്പെട്ടു പോകും. എന്തായാലും സൺലൈറ്റ് ആവശ്യമാണല്ലോ ചെടികൾക്ക്. അപ്പോൾ നമ്മൾ അകത്ത് കുറച്ച് ഭംഗിക്കാണ് ഈ ഒരു ചെടികൾ അകത്തേക്ക് വെക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരാഴ്ച വരെ അത് അതിജീവിക്കും. അത് കഴിഞ്ഞാൽ അവർക്ക് സൺലൈറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ പുറത്ത് വെച്ചിരിക്കുന്ന അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ചെടികൾ തിരിച്ച് അകത്തേക്ക് വെക്കും കേട്ടോ. അതേപോലെ ഒരാഴ്ച കഴിയുമ്പോൾ അതിനെ തിരിച്ച് പുറത്തേക്ക് വെക്കും. അങ്ങനെ ഒരു റൊട്ടേഷനാണ് ചെടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഒരു ചെടിയെ ഞാൻ അകത്ത് വെക്കാറില്ല കേട്ടോ. ഒരാഴ്ച കൂടുമ്പോൾ എടുത്ത് മാറ്റാറുണ്ട്. ഒട്ടും തന്നെ ലൈറ്റ് വേണ്ടാത്ത ചെടികളാണ് സീസി പ്ലാന്റും അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റൊക്കെ. അതാണെങ്കിൽ കൂടി തന്നെ നിൽക്കുന്നതിനൊരു പരിധി ഉണ്ടാവും കേട്ടോ. ഒരു ലൈറ്റ് ചെറുതായിട്ടൊരു വെട്ടം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സി പ്ലാന്റ് ആണെങ്കിലും ഞാൻ ഇതേപോലെ ഒരാഴ്ച കൂടുമ്പോൾ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ഒരാഴ്ച പുറത്തിരുന്നിട്ട് പിന്നെ ഒരാഴ്ച അകത്തേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ ചെടികൾ മാറ്റുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഇലകളിലേക്കൊക്കെ ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്യാറുണ്ട് കേട്ടോ. എന്താ പറയുക ചെടികളൊക്കെ ഒന്ന് കഴുകി എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ആ ചെടികൾ നിൽക്കും കേട്ടോ. ഒരാഴ്ചയായിട്ട് അകത്ത് വെള്ളമൊന്നും കിട്ടാണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് വെക്കുന്നതിന് മുന്നേ ഞാൻ ഇതേപോലെ നന്നായിട്ട് കഴുകിയിട്ടാണ് വെക്കുന്നത്. തിരിച്ച് പുറത്തേക്ക് വെക്കുമ്പോഴും ഇതേപോലെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അത്യാവശ്യം ചെടികളൊന്നും കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിക്ക് തന്നെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടം കൂടി വേണം കേട്ടോ. ചെടികളോട് ഒരു ഇഷ്ടം കൂടിയുള്ള ആളുകൾക്കാണ് ഇതൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഓക്സിജൻ പ്ലാന്റ്സ് ആണല്ലോ നമ്മളുടെ വീടിനകത്ത് ചെടികൾ ഇരുന്നതിന് അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ കെയർ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ നല്ലപോലെ വളം ഇട്ട് കൊടുക്കും. അതേപോലെ കഞ്ഞിവെള്ളം 2 ദിവസം പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. പിന്നെ ചാണകപ്പൊടി, ഇതൊക്കെയാണ് ഞാൻ സാധാരണ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന വളങ്ങൾ കേട്ടോ.
അപ്പോൾ അതാ എൻ്റെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദാ ഈ ഒരു ചെടികളൊക്കെ ഇനിയിപ്പോൾ അകത്തേക്ക് വെക്കാം കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ച് ഞാൻ പുറത്തേക്ക് വെക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.